പൊന്നാനിയുടെ ഗതകാല സ്മരണകൾ അയവിറക്കിയും വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചും പൊന്നാനി കൂട്ടായ്മ പറഞ്ഞും പാടിയും പൊന്നാനിയുടെ തനത് പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ചരിത്രവും സംസ്കാരവും കലയും സാഹിത്യവും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ഔന്നത്യത്തിൽ നിന്നിരുന്ന പൊന്നാനിയുടെ സാധ്യതകളെ പുതുതലമുറയ്ക്കും പൊന്നാനിക്ക് പുറത്തും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊന്നാനിയിലെ സഹൃദയർ ഒത്തുചേർന്നത്. പഴയ തലമുറയിലും പുതുതലമുറയിലുമുള്ള കൂട്ടായ്മയുടെ ആദ്യ കൂടിച്ചേരൽ ചർച്ചകൾ കൊണ്ട് സമ്പന്നമായി. പുതുതലമുറയിലെ എഴുത്തുകാരും സംഘാടകരുമായ ഒരു കൂട്ടം ആളുകളാണ് പൊന്നാനിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. പൊന്നാനിയുടെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. പൊന്നാനി ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചർച്ചകളിലൊക്കെ വന്നത് നമ്മൾ ആകെ ഇല്ലാതായി പോയി, നമ്മൾ എന്താ പറയുക, പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ ചർച്ച വരുന്നത്. ഞാൻ പറഞ്ഞ പൊന്നാനി ഒരു പൊന്നിൻ ഖനിയാണ്. ആ ഖനി എങ്ങനെ സംരക്ഷിക്കാൻ നമുക്കാകുമെന്നുള്ള ചർച്ചയിലേക്കാണ് വഴിമാറേണ്ടത് എന്നാണ് വിനയപൂർവ്വം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം നമ്മുടെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യത്തിൻ്റെ മാഹാത്മ്യം ഒരു വേള നമ്മൾ അറിയുന്നില്ല. ആനക്ക് ആനയുടെ വലുപ്പം അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ എല്ലുമാർക്ക് പെൻസിലുമാർക്ക് പാപ്പാന്മാർ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിയാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ മാത്രം ശീലിച്ച ആനകളെ പോലെ നമ്മൾ നമ്മളെ പൂർവ്വകാല ഗതകാല ശക്തിയെക്കുറിച്ച് ഓർമ്മയില്ലാതെ പോവാണ്. അത് ആദ്യം ഓർത്ത് അതെങ്ങനെ ഇനിയെങ്കിലും സംരക്ഷിക്കാൻ. ഇപ്പോഴും വലിയ നഷ്ടങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല, ചില്ലറൊക്കെ പോയിട്ടുണ്ടെങ്കിലും. ഇപ്പം ഞാൻ ഈ മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോൾ അവിടെ ഒരു നഷ്ടം തോന്നുന്നത് വെച്ചാൽ അവിടെയുള്ള പല ചരിത്രത്തിന്റെ ആസാറുകളും ഇന്നില്ല എന്നുള്ളതാണ്. കിണറിൻ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ജുമായത്ത് പള്ളി വരെ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ ഇറങ്ങി നടക്കുന്നത് പോലെ ചന്ദനത്തിരിയുടെ ഗന്ധവും തൊപ്പികളും ഈ അത്തറിന്റെ മണവും മുസാഹിബിന്റെയും ഒക്കെയുള്ള ഒരു ലോകമായി ഇങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മാർക്കറ്റിംഗ് നമുക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ്. ഇപ്പോഴും എത്രയോ കൂട്ടങ്ങൾ എത്രയോ കൂട്ടങ്ങൾ പൊന്നാനിയിലേക്ക് വരുന്നു, പോകുന്നു. ഇപ്പൊ 28-ാം തീയതി ഒരു ടീം ഹെറിറ്റേജ് വാക്കിന് വേണ്ടി വരികയാണ്. ഇത് മതി. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ പാട്ട്, പുറത്തെ പാട്ട് സംഘങ്ങളിൽ പാടി അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ ഈ പറയുന്ന വീടുകളും ഈ സംഗതികളും അതാണ് നമുക്ക് വേണ്ടത്. പ്രവാസി എഴുത്തുകാരൻ ഷാജി ഹനീഫിന്റെ വസതിയിൽ നടന്ന കൂട്ടായ്മയിൽ ചിത്രകാരൻ താജ് ബക്കർ മോഡറേറ്ററായി. പൊന്നാനിയിലെ വിവിധ മേഖലയിലുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. പോസിറ്റീവ് ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.